പിന്നല്ലാതെ അതിനാണല്ലോ സർക്കാർ ജനം ജയിപ്പിച്ചത്. ഇനിയും തൂഫാൻ അടിച്ചു തുടങ്ങിയതേ ഉള്ളൂ. ഇമ്പാക്ട് ഫുൾ ആയിട്ടില്ല. കത്തിക്കും. കേരളത്തിലൊരു ഡ്രഗ് വിമുക്ത കേരളമായി മാറ്റും. അല്ല, അത് സർക്കാരിന്റെ എഫേർട്ട് മാത്രം പോരാ. അതിനകത്ത് വലിയ റോള് ജനങ്ങൾക്ക്, റെസിഡൻസ് അസോസിയേഷൻസിന്, സ്കൂൾസിന്, അതുപോലെ തന്നെ നമ്മുടെ വിവിധ NGOസിന്, രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം വലിയ റോളുണ്ട്. ഇപ്പം ഞാൻ തുടക്കം തൊട്ട് പറഞ്ഞൊരു കാര്യം, സ്പോർട്സ് കുട്ടികളുടെ എനർജി എങ്ങോട്ട് ചാനലൈസ് ചെയ്യും. ഇപ്പോൾ അറിയാതെ പെട്ടുപോകുന്നവരുണ്ട്, ട്രാപ്പിൽ പെടുന്നവരുണ്ട്. ഞാൻ മനസ്സിലാക്കി. കഴിഞ്ഞ ദിവസം ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ട്രാപ്പ് ചെയ്യുകയാണ് ആൾക്കാർ. അപ്പോൾ ട്രാപ്പ് ചെയ്യപ്പെടുന്നവർ എന്ത് ചെയ്യും? അപ്പം അതൊക്കെ നമ്മൾ ജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കുട്ടികൾ ശ്രദ്ധിക്കണം, മുതിർന്നവരും ശ്രദ്ധിക്കണം. കാരണം നിങ്ങളെ ട്രാപ്പ് ചെയ്യാൻ വഴിയുണ്ട്. കാരണം നിങ്ങളോട് വിരോധം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തോട് വിരോധം ഉണ്ടെങ്കിൽ ട്രാപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം പരമാവധി ഡ്രഗ്സിനെതിരെയുള്ള പോരാട്ടം നമ്മൾ അവയർനെസ്സിലൂടെ വരുത്തണം. അത് അവൈലബിലിറ്റി കുറയ്ക്കാനാണ് സർക്കാരിന് സാധിക്കുക. 10 വർഷക്കാലം ഇവിടെ സുലഭമായിരുന്നു. അപ്പോൾ അവൈലബിലിറ്റി കുറയ്ക്കുവാൻ സർക്കാരിന് ഇതേപോലത്തെ പ്രവർത്തനവും സാധിക്കും. പക്ഷേ ഉപയോഗം പൂർണ്ണമായി ഇല്ലാതാക്കണമെങ്കിൽ നമ്മുടെ കുട്ടികളുടെ എനർജി ചാനലൈസ് ചെയ്യണം. നമുക്കിപ്പോൾ വേൾഡ് കപ്പ് നടക്കുക. ഈ വേൾഡ് കപ്പിൽ പരമാവധി സ്കൂളുകളിൽ ഈ ഗെയിംസ് കാണിക്കണം എന്നുള്ള അഭിപ്രായം. കാരണം തലേദിവസം പറ്റത്തില്ല, പിറ്റേ ദിവസമെങ്കിലും സ്ക്രീൻ ചെയ്യണം. കാരണം കുട്ടികളുടെ എനർജി അതിലേക്ക് ചാനലൈസ് ചെയ്യാനും. മാത്രമല്ല, ഞാൻ തുടക്കം തൊട്ട് പറയുന്നൊരു കാര്യമാണ്, എല്ലാ ദിവസവും സ്കൂളിൽ PT ഉണ്ടാവണം, എല്ലാ ക്ലാസ്സിലും. എന്നാൽ മാത്രമേ നമ്മുടെ കുട്ടികളെ നമുക്ക് നേർവഴിയിലേക്ക് കൊണ്ടുവരുവാൻ, സ്പോർട്സിലൂടെ കൊണ്ടുവരുവാൻ സാധിക്കത്തുള്ളൂ. സ്പോർട്സ് വലിയൊരു മീഡിയം ഓഫ് ചേഞ്ചാണ്. ആ സ്പോർട്സ് എഡ്യൂക്കേഷൻ, ഇപ്പോൾ ഫിസിക്സ് പഠിപ്പിക്കാമെങ്കിൽ, ഹിസ്റ്ററി പഠിപ്പിക്കാമെങ്കിൽ, ഇംഗ്ലീഷ് പഠിപ്പിക്കാമെങ്കിൽ നമുക്ക് സ്പോർട്സ് പഠിപ്പിക്കാം, ഫുട്ബോൾ പഠിപ്പിക്കാം, ക്രിക്കറ്റ് പഠിപ്പിക്കാം. അതുകൊണ്ട് അതിലേക്കൂടെ ഒരു ഫോക്കസ് ഉണ്ടാവണം. സർക്കാർ അത് കാണിക്കും എന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. എല്ലാവർക്കും അർജന്റീന എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഏത് ടീമാണെന്ന് ചോദിച്ചതിന് ശേഷം പിന്നെ സംശയമുണ്ടോ? അർജന്റീന തന്നെ അടിക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽജിയോടൊപ്പമാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് കാണാനുള്ള ഭാഗ്യം ലഭിച്ചത്. ഈ പ്രാവശ്യം ഞങ്ങൾ ഉറപ്പിക്കുകയാണ്, വീണ്ടും അർജന്റീന. പക്ഷേ ലാലാട്ടം പറഞ്ഞ ബ്രസീൽ കാണാൻ പോകുന്ന പോലെ ഞങ്ങൾ പറയുന്നറിയണോ? എന്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, സ്കൂളില് അസംബ്ലി കഴിഞ്ഞിട്ട് 1 മിനിറ്റ് ചിരിക്കാൻ ആർക്കും പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോഴും ചിരിക്കാം. ക്ലാസ് തുടങ്ങാൻ നല്ലതായിരിക്കും. 4 മണിക്കൂർ നേരെ ചിരിച്ച് റെക്കോർഡിട്ടാണ്. അതുകൊണ്ടാണ് സൂംബേനെ പ്രൊമോട്ട് ചെയ്ത മാതിരി ഒരു ലാഫ്റ്റർ യോഗിയാണ് സാറേ. അപ്പൊ ഈ സൂംബേനെ മറ്റേ ഇടതുപക്ഷ ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്ത മാതിരി സൂംബേനെ ഈ ലാഫ്റ്റർ യോഗേനെ 1 മിനിറ്റ് ചിരിക്കാൻ ആർക്കും പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതേപോലത്തെ നല്ല കാര്യങ്ങൾ പറയുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഇപ്പം വ്യത്യസ്തമായൊരു കാര്യമാണ്. വ്യത്യസ്തമായൊരു കാര്യം പറയുമ്പോൾ ചിലപ്പോൾ മാനസിക അസുഖം എന്ന് പറഞ്ഞു കളയും നമ്മുടെ നാട്ടില്. 130 രാജ്യങ്ങളിൽ അംഗീകരിച്ച എക്സസൈസ്. ചെറിയൊരു തൂഫാനെതിരെ ചെറിയ രീതിയിൽ വിമർശനം വരുന്നതല്ലേ. എന്നാല് ഈടായിട്ട് തൊപ്പി എന്ന് പറഞ്ഞ സ്റ്റീവർ പബ്ലിക്കിൽ വന്നിട്ട് ഞാൻ ഡ്രഗ് യൂസ് ചെയ്തിട്ടുണ്ട്, ഫ്രണ്ട്സ് ഡ്രഗ് യൂസ് ചെയ്തിട്ടുണ്ട് പബ്ലിക്കിൽ പറഞ്ഞിട്ട് അതിനെതിരെ ഒരു എന്താണ് പ്രതികരണവും ഇവിടുന്ന് വന്നിട്ടില്ല. അത് ജനങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങളാണ്. എനിക്ക് അതിന്റെ വിശദാംശം അറിയില്ല. ഈ പുള്ളി എനിക്ക് അത്ര പരിചയമില്ല. എന്താണ് നിങ്ങൾ പറയുന്നത്? അതൊക്കെ അത് ഗവൺമെന്റ് നോക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറയാൻ പറ്റുമോ? നമുക്ക് അറിയാത്ത ഇങ്ങനൊരു ഈ പറഞ്ഞ വന്നിട്ട് 1 മാസമായില്ലല്ലോ. ഇതിന്റെ മുന്നേ വല്ലതും പറഞ്ഞ കാര്യമുണ്ടോ? ഇവിടുത്തെ മുന്നേ എന്തെങ്കിലും സമയത്തിന് ചെയ്യാൻ പറ്റിയ ഒരു ഗവൺമെന്റ് ആണോ? സമയത്തിന് സാലറി കൊടുക്കത്തില്ലായിരുന്നല്ലോ. അതുകൊണ്ട് പിന്നെ അതിനൊന്നും ഒഴുകിപ്പോയ വെള്ളം ഒഴുകിപ്പോയി. ഇപ്പൊ ഇനി എന്ത് ചെയ്യാൻ പറ്റും? അതിനാണ് ജനം ആഗ്രഹിക്കുന്ന, ആവശ്യപ്പെടുന്നത്. അതിനുവേണ്ടിയാണ് ഓപ്പറേഷൻ തൂഫാൻ അടക്കമുള്ള പദ്ധതികൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതിനോട് ചേർന്ന് നമ്മൾ സ്പോർട്സിന്റെ എഡ്യൂക്കേഷൻ കൂടെ പ്രാമുഖ്യം കൊടുക്കണം. നമ്മുടെ കുട്ടികളെ നമുക്കിപ്പോൾ ബ്രസീലും അർജന്റീനയൊക്കെ നമ്മൾ പറയുന്നത്, എന്നാൽ ഇന്ത്യയുടെ കാര്യം പറയുക. അതാണ് നമ്മുടെ ആഗ്രഹം. ഞാൻ അർജന്റീന എന്ന് പറയുമ്പോഴും എൻ്റെ സ്വപ്നം ഇന്ത്യ ഒരു ദിവസം കളിക്കണം, ഇന്ത്യൻ ടീമിലേക്ക്. നമ്മുടെ ഒരു പയ്യൻ ഖത്തറിന് വേണ്ടി പോകുന്നുണ്ടല്ലോ. ഞാൻ പറയുന്നത് നമ്മുടെ ടീം, മലയാളികൾ പോകുന്ന ഒരു വേൾഡ് കപ്പ് സാധ്യമാകണം. ഇന്ത്യ വേൾഡ് ലെവലിൽ കളിച്ചിട്ടുണ്ട്. അന്ന് ഷൂസ് ഇല്ലാതാണ് കളിച്ചിട്ടുള്ളത്. ഷൂസ് പോലും ഇല്ലായിരുന്നു, മേടിക്കാനുള്ള ശേഷി സാർ അന്ന് ടീമിനില്ലായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു നമ്മുടെ ടീം വേൾഡ് കപ്പിൽ പോകുന്ന ദിനം, വേൾഡ് കപ്പ് എടുക്കുന്നതൊക്കെ വേറെ, പക്ഷെ പോകുന്ന ദിനമെങ്കിലും നമുക്ക് എത്തണം. അതിന് സ്പോർട്സിന് പ്രാമുഖ്യം കൊടുക്കണം. സ്കൂളിൽ നിന്ന് തുടങ്ങണം. എല്ലാ ദിവസവും PT ഉണ്ടാവണം, ഗെയിംസ് എഡ്യൂക്കേഷൻ നടക്കണം. എന്നാലേ സാധ്യമാത്രമേ ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ ചേട്ടന് അന്ന് പറയണ്ടേ IPL നാട്ടിൽ കൊണ്ടുവരുന്ന പറഞ്ഞു. അതേപോലെ ഇപ്പൊ ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് വരുമ്പോൾ നാട്ടിൽ എന്തൊക്കെയാണ് നമ്മൾ? അല്ല, തീർച്ചയായിട്ടും ഞാൻ MLA ആയി തുടങ്ങിയ ആദ്യ ദിവസം തൊട്ട് പറഞ്ഞൊരു കാര്യമാണ് സ്പോർട്സിന്റെ സെന്ററായി പുതുപ്പള്ളിയെ വളർത്തിയെടുക്കുക എന്നുള്ളത്. അതിന്റെ ഭാഗമായി ടർഫ് തുടങ്ങി. ഇന്ന്
നിങ്ങളിവിടെ സൂചിപ്പിച്ചു, ക്രിക്കറ്റ് അസോസിയേഷനുമായിട്ട് ഞാൻ ചർച്ചയിലാണ്. കേരള ക്രിക്കറ്റ് അസോസിയേഷനുമായിട്ട് ചർച്ചയിലാണ് പുതുപ്പള്ളിയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു സ്റ്റേഡിയം കൊണ്ടുവരുന്നത്. ഞാൻ ചുമ്മാ പറഞ്ഞതല്ല, IPL കൊണ്ടുവരണം എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമാണ്. പക്ഷെ അതിന് ചില കടമ്പകളുണ്ട്. അത് ഇൻ്റർനാഷണൽ സ്റ്റേഡിയം ആയങ്ങനെ നടക്കുകയുള്ളൂ. അത് ഇൻ്റർനാഷണൽ സ്റ്റേഡിയം ആവണമെങ്കിൽ എയർപോർട്ട് അടുത്ത് വേണം. എയർപോർട്ട് വന്നാൽ മാത്രമേ നമുക്ക് IPL ഇൻ്റർനാഷണൽ സ്റ്റേഡിയം കിട്ടുകയുള്ളൂ. എങ്കിലും സ്റ്റേഡിയം വരും എന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനം നടക്കുന്നു. അതിനോട് ചേർന്ന് പുതുപ്പള്ളിയിൽ എവിടെയെങ്കിലും സ്പോർട്സിനെ എന്താ പറയുക സമഗ്രമായി കണ്ടുകൊണ്ട് ഒരു സ്പോർട്സ് സിറ്റി, അത് വലിയ സ്വപ്നമാണ്, പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. മെസ്സിയെ കൊണ്ടുവരുന്ന കുറെ കാലം ഉണ്ടായിരുന്നു. അത് സ്പോർട്സ് സിറ്റി എന്നുള്ളത് വലിയ സ്വപ്നമാണ്. ആ സ്വപ്നത്തിലേക്ക് പുതുപ്പള്ളിയിലെ പല സ്ഥലങ്ങളും ഞങ്ങൾ നോക്കുന്നുണ്ട്. എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എങ്കിൽ അതിൻ്റെ പ്രവർത്തനം നടക്കുന്നു. മെസ്സിയെ കൊണ്ടുവരാൻ പറ്റാത്തത് അന്നത്തെ സർക്കാരിൻ്റെ ഒരു എന്താ പറയുക, അവർ ശ്രമിക്കാത്തതുകൊണ്ടാണ് ഞാൻ പറയുള്ളൂ. ചേട്ടാ ഇപ്പൊ ഭരണമാറ്റമൊക്കെ സംഭവിച്ചു, നമുക്ക് കല്യാണമൊക്കെ ഒന്ന് സെറ്റാക്കണ്ടേ? കല്യാണം കഴിച്ചിട്ടില്ല, അല്ല ഞാൻ എത്രയും പെട്ടെന്ന് അല്ല എവിടെ പോയാലും ആൾക്കാർ ഭയങ്കരമായിട്ട് സ്നേഹത്തിൽ പെരുമാറുന്നത്. അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഫാദറിൻ്റെ മരണശേഷം വലിയ ഒരു സ്നേഹം ജനങ്ങളെ എവിടെ പോയാലും, ഇപ്പം കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ പോയാലും ഏതൊരു സ്ഥലത്ത് നിന്നാലും അവർ കാണിക്കുന്ന സ്നേഹത്തിന് ഞാനെന്നും കടപ്പെട്ടിരിക്കുന്നു. ഞാനതാ പറഞ്ഞു, എനിക്ക് ഒരു സ്ഥാനവും ഇല്ലെങ്കിലും ജനമനസ്സിൽ സ്ഥാനമുണ്ടെങ്കിൽ, ഇപ്പോൾ നാളെ MLA അല്ലെങ്കിൽ പോലും ജനമനസ്സിൽ സ്ഥാനമുണ്ട് എന്നുള്ളത് എനിക്ക് ഉത്തമമായ വിശ്വാസമാണ്. അതുകൊണ്ട് ഞാൻ സെൽഫ് കോൺഫിഡൻ്റ് ആണ്. ജനമനസ്സിൽ സ്ഥാനമാണ് ഏറ്റവും വലിയ സ്ഥാനം. ആ സ്ഥാനത്തുണ്ട് ഞങ്ങളൊരു മന്ത്രിസ്ഥാനം പ്രതീക്ഷിച്ചു. അത് കുഴപ്പമില്ല. നമുക്ക് അടുത്ത 5 വർഷത്തിനുള്ളിൽ നമുക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയൊക്കെ ആയിട്ട് ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞോളാം. പെട്ടെന്നാക്കിട്ടെ ഒന്ന് കല്യാണത്തിന് കൂടണം ഞങ്ങൾക്ക്. പുതുപ്പള്ളിക്കാർക്ക് ഒരു ആഗ്രഹം ഉണ്ടാവില്ല നമ്മുടെ നേതാവിന്റെ കല്യാണം കാണണം. അല്ല, എങ്ങനെ നടന്നാലും ആരും കാണാത്തൊരു കല്യാണമായിരുന്നു. മനസ്സിലായില്ലേ? ആരും പങ്കെടുക്കാത്തൊരു കല്യാണമായിരിക്കും.